എന്റെ കലിപ്പൻ. രചന ഫർസാന ഫർസു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നീ ഉണ്ടടി തറവാട്ടിലേക്ക്? പിന്നെ ഞാനുണ്ട്. ഞാനില്ലാത്ത കച്ചവടം ഉണ്ടാവുമോ? നീ വരണ്ട, ഞാൻ വരും. അവളെയും കൂടി താഴോട്ട്. എല്ലാവരും ഹാളിൽ തന്നെയുണ്ട്. അനു, ചായ കുടിക്കാൻ വാ. റീനു, നീ ഇരിക്ക്. നമുക്കങ്ങനെ മടിയൊന്നുമില്ല. പിന്നെ എടുത്തു വെച്ച പലഹാരങ്ങൾ എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. ഞാനിരുന്നു, റിച്ചു ഇരുന്നു. ഞങ്ങൾ ഇറങ്ങുക. കല്യാണത്തിന് 2 ദിവസം മുമ്പ് വരുമുണ്ടോ? റീനു, നീ ഉണ്ടോ? ഉമ്മി, ഞാൻ പോവാട്ടോ. അങ്ങനെ തറവാട്ടിലേക്ക്. നടുമറ്റൊക്കെയുള്ള ഒരു പഴയ വീട്. അവിടെ ഉമ്മമ്മി, എളാപ്പി, എളാമിയും അവിടെ 2 മക്കളുമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് പോകാനേ ഉള്ളൂ തറവാട്ടിലേക്ക്. അധിക വെള്ളിയാഴ്ച ഞാൻ പോവാറുണ്ട്. ഇതാരൊക്കെയാ? എത്ര നേരമായി കാത്തിക്കണെന്ന് അറിയോ? നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ബ്ലോക്കിൽ പെട്ടുപോയി, അതാ നേരം വൈകിയത്. ഞാൻ കയറി വല്ലതും കഴിക്കാം. ഉമ്മ ഒട്ടും നേരില്ല. നേരെ ഇത്രയോടെ തന്നെ കുറെ പോകാനുണ്ട്. വിചാരിച്ചിടത്തേക്കൊന്നും പോകാൻ നേരല്ല. വന്നേ ഇപ്പം തന്നെ എങ്ങാണ്ട് പോവുക. ഇത് നല്ല കഥ. ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരുമ്മ. ഇവരെ ഏൽപ്പിക്കാൻ വന്നാ. അപ്പോൾ ഷൈനൂൻ്റെ അടുക്ക് പോയോ? എന്തെങ്കിലും ഇറങ്ങാം. നല്ലോണം വൈകണ്ടാട്ടോ. അവര് പോയി. ഉമ്മമാൻ്റെ അനിക്കുട്ടി അങ്ങോട്ട് ക്ഷീണിച്ചല്ലോ. മമ്മാക്ക് നമ്മളെയൊന്നും പറ്റൂല. അവള് വല്ലപ്പോഴും വരുന്നല്ലേ എൻ്റെ റീനു. അവൾക്ക് കുശുമ്പ്. ശാലു എവിടെ? അമ്മായി കണ്ടില്ല. എളാപ്പാന്റെ മകൾ ഷാല എന്ന ശാലു. അവൾ ഞങ്ങളുടെ 1 വയസ്സിന് ഇളയതാണ്. അവൾക്കൊരു അനിയൻ ഷാസിൽ, 1 വയസ്സ്. അവൾ കുളിക്കാവും. ഞാൻ വെള്ളം എടുക്കാം. നിങ്ങളങ്ങോട്ട് ചെല്ലി. നല്ല പാട്ടാണല്ലോടി. മിണ്ടലെ കുറച്ചുകൂടെ കേൾക്കാം. അവിടെ ആരാ? അന്നെ കെട്ടിയോൻ. റീനു, ഈയപ്പോ വന്നു. കുറച്ചു നേരം ആയിടി. നീ ഇറങ്ങ്. ഞാൻ വരുന്നു. 5 മിനിറ്റ്. അവൾ ഇറങ്ങി. ഇതാര്? എവിടുന്ന് കിട്ടി റീനു ഇതിനെ? നമ്മുടെ ബസ് സ്റ്റോപ്പിൽ പിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവനവളെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ഓഹോ, എത്ര കിട്ടി കളക്ഷൻ? അനു, നിങ്ങൾ ഇറങ്ങുന്നുണ്ട്, കളക്ഷൻ കുറവാടി. അല്ല, നിനക്കെന്താ വഴിമറിയാണോ ഇങ്ങോട്ടുള്ള വരവ്? ഈ കല്യാണം പറയാൻ വന്നാടി? ആഷിക്കയുടെ കല്യാണമായില്ലേ, പൊളിക്കണം. കുറെ നേരം സംസാരിച്ചു. ഇളയമ്മ ചായ കുടിക്കാൻ വിളിച്ചു. അല്ല റീനു, എക്സാം ആവാനായില്ലേ? ആയളാമ്മ, കളിച്ചിരുന്നോളി. നിങ്ങൾ പിന്നെ പഠിക്കുന്നു പറയാം. ഷാലുവോ ഒരക്ഷരം പഠിക്കില്ല. റാസീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. റീനു, നിന്നോട് എന്നും പറയുന്നേ ഓളെ അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ. എനിക്ക് നെറുകെ കയറി. എന്ത് പറ്റി റീനു? വെള്ളം കുടി. ഒന്നുമില്ല. ഷാലു അവൾ ഇളിഞ്ഞ ശരിയോടെ ആക്കുന്നുണ്ട്. അവൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമ്മ. ഒരു ബുദ്ധിമുട്ടുമില്ല. അവൾക്ക് അക്കൗണ്ടൻസി നല്ലോണം അറിയാം. ബുദ്ധിമുട്ടുണ്ടോ റീനു? ഇല്ല. ചായ കുടിച്ച് കളിയും ചിരിയും തുടങ്ങി. കുറെ പറയാനുണ്ടായിരുന്നു. അതിന് കുറെ കാലത്തിന് ശേഷം വരികയല്ലേ. താഴേക്ക് നല്ല ഒച്ചപ്പാടുണ്ടായിരുന്നു. കലപില. ഈ യേശാമാരിപ്പിന്റെ അടിയിൽ ഖുർആൻ ഓതിക്കൂടെ? ഉമ്മമ്മ കലിയുള്ളി മുകളിലേക്ക് വന്നു. ഉമ്മമ്മ, നിങ്ങൾ അന്തരീക്ഷത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതേ ഉമ്മമ്മ, ഞാൻ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ശബ്ദം കുറച്ചോട്ടോ. ഉമ്മമ്മ പാവം. ഷാരു, അക്കൗണ്ടൻസി പഠിച്ചോ? ഓള് പറഞ്ഞു തരും. എളാമ വീണ്ടും പറഞ്ഞു. അവൾ എന്നെ ദയനീയമായി നോക്കി. കൊണ്ടുവാ. അല്ല, എളാമാനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പഠിക്കാൻ ഇത്തിരി മടിച്ചാണ് ഷാലു. പഠിക്കാൻ പറയുമ്പോൾ അക്കൗണ്ടൻസി അവൾക്ക് അറിയില്ല, പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിയും. അവൾ ബുക്ക് കൊണ്ടുവന്നു. അക്കൗണ്ടിങ് കാണുമ്പോൾ തന്നെ മൂഡ് പോകും. അതെന്താടി, നിനക്ക് അക്കൗണ്ടൻസി ഇഷ്ടമായില്ലേ? അതൊക്കെ ഇപ്പം മാറി എൻ്റെ അനു. കളിച്ചിരിയോടെ ഷാലു പറഞ്ഞു. ഷാലുവിനെല്ലാം അറിയാം. അതെന്താ, എത്ര വലിയ പ്രോബ്ലം എൻ്റെ മോള് ചെയ്യുന്നല്ലേ? എന്തു പറ്റി? തെളിച്ചു പറ. അത് ഞാൻ പറയാം. ഷാലു വീട്ടിൽ കയറി എല്ലാം പറഞ്ഞു. അല്ലോ, ചിരിക്കണ്ട. അയാളതിന് മാത്രം ചെയ്തില്ലല്ലോ. അതെനിക്ക് തോന്നി. ബട്ട് മനഃപൂർവ്വം അയാളെന്നെ പുച്ഛിക്കുക. നിനക്കും തോന്നിയോ? മക്കളെ, ചോറ് കഴിക്കാൻ വരി. ഭക്ഷണം കഴിക്കാനിരുന്നു. നല്ല ചൂട് സാമ്പാറും വറുത്ത മീനും. ഉമ്മാന്റെ സ്പെഷ്യൽ ചമ്മന്തിയും പപ്പടവും. ഞാൻ ആർത്തിയോട് അതിനെ നോക്കി. എന്നേക്കാൾ ആർത്തിയിൽ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഇതെല്ലാം. ഷാലുവിന് ഇതൊക്കെ ശീലമായോണ്ട് അവളുടെ മുഖത്ത് പുച്ഛമായിരുന്നു. 3 ബിസിനസ്സുകാരികൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ 3 പേര് വിളിച്ചു. ഹസീന, അവൻ വന്നു. ചോറ് വിളമ്പി കൊടുക്ക്. അല്ല, ഉമ്മി തിങ്കാക്കിയപ്പോഴാ വരിക? അവര് കുറച്ച് നേരം വൈകുന്നു പറഞ്ഞിരുന്നു. നിന്നെ വിളിച്ചില്ലേ? ആഷിക്ക് വിളിച്ചിരുന്നു. പിന്നെ സൈലന്റായി എല്ലാവരും ഭക്ഷണം കഴിച്ചു. അലറിനു, എന്റെ ക്ലാസ് ഇടാനായോ? ഇല്ലല്ലോ എളാപ്പ. എന്തി? അല്ല, ഞാൻ കാക്കാനോടെ ഇപ്പോഴേ ജോബ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കളിയായിക്കൊണ്ടാവൻ പറഞ്ഞു. ഉപ്പ എനിക്കും. ഷാലുവിന് കളിയാക്കാതെ മനസ്സിലായില്ല. അതിനെന്താ, ഉപ്പാന്റെ മോൾക്ക് CEO പോസ്റ്റ് മതിയോ അതോ MD ആവണോ? ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൾക്ക് സെക്യൂരിറ്റി പണി ഒന്നും കിട്ടില്ല, എളാമ്മ പറഞ്ഞു. ഉമ്മിപ്പോ മിണ്ടില്ല. എളാപ്പ ഞങ്ങളെ കളിയാക്കിയത് വേറൊന്നും കൊണ്ടല്ല. 10ൽ ഫുൾ A+ വാങ്ങിയതാണ് ഞാനും അനു. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രതീക്ഷ ഞങ്ങളുണ്ടായിരുന്നു. എളാപ്പി ഉപ്പി ഞങ്ങൾ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അവർ സയൻസ് എടുക്കാൻ നിർബന്ധിച്ചു. പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു സയൻസ്. ഞാൻ കൊമേഴ്സിൽ വാശി പിടിച്ചു. അനു, ഞങ്ങൾ പറഞ്ഞു, ഇവിടെ മുഴുവൻ ബിസിനസ്സുകാരല്ലേ, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്തൂടെ? പിന്നെ ഞങ്ങൾക്ക് ബിസിനസ്സാണ് താല്പര്യം. ഓരോരോ മുടക്ക് ന്യായം പറഞ്ഞ് കൊമേഴ്സ് എടുത്തു. പിന്നെ ഷാലു ഇതേ പറഞ്ഞ് കൊമേഴ്സ് എടുത്തു. അന്ന് മുതൽ എളാപ്പ കളിയാക്കാൻ തുടങ്ങിയതാ. പിന്നെ ഉപ്പിയുടെ കാക്കാറുണ്ട്.
ഞങ്ങളുടെ കമ്പനി എന്ന് മൂത്താപ്പാന്റെ കമ്പനിയാണ് ഉദ്ദേശിച്ചത്. മൂത്താപ്പ സുബൈർ മൂത്താപ്പാക്ക് 3 ആൺമക്കളാണ്. വലിയ മകൻ ഷിഹാബ് 30 വയസ്സായിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ ഷിബിലി, അവൻ എഞ്ചിനീയറാണ്. കല്യാണപ്രായമായി. ഇക്കാലം മാരേജ് കഴിഞ്ഞിട്ടെന്ന് വാശി പിടിക്കുന്നു. ഷാൻ ബികോം 31 വയസ്സ്. എന്റെ എളാപ്പ മൂത്താപ്പാന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഉപ്പി അവിടെ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നെ ഉപ്പിയും ഫ്രണ്ടും ഗൾഫിൽ ബിസിനസ് തുടങ്ങി. ഞങ്ങൾ സംസാരിച്ച് കിടക്കാൻ ഇത്തിരി വൈകി. സുബഹി ബാങ്ക് മുഴങ്ങി. ഷാലു എണീറ്റു. മക്കളെ എണീക്ക്, സുബഹിയായി. പോടി. ഞാൻ വീണ്ടും മൂടി പോച്ചുറങ്ങി. അനു ഡി. ഷാലു വാതിൽ തുറന്നു. സുബി ബാങ്ക് കേട്ടിടി പോത്തെ. ഇവറ്റകൾ എണീക്കുന്നില്ല ഉമ്മ. റിനു ദേ എണീക്ക്. എന്താ സീന? ഷാലു എണീറ്റില്ലേ? ഞാൻ എണീറ്റുപ്പാ. റിനു അനു എണീറ്റില്ല. നീ ആ വെള്ളം എടുക്ക്. ആൾ കള്ളച്ചിരിയോടെ എടുത്തു. എന്നിട്ട് ഞങ്ങളുടെ മുഖത്തേക്ക് ഒഴിച്ചു. ഞാനനുവും ഞെട്ടിയുണർന്നു. കൈകെട്ടി ഗൗരവത്തോടെ നിൽക്കുന്ന എളാപ്പാനെ നോക്കി വിളിച്ചു. എളാപ്പ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10 വർഷമായി. ബാങ്ക് കിട്ടില്ല റീനു? ഇല്ല. നാ കൊടുത്ത് നിസ്കരിക്കാൻ നോക്ക്, അല്ലെ 3 താഴേക്ക് വാ, അവിടെ നിസ്കരിക്കാം. ഇതാണ് തറവാടിൽ വരാൻ ദേഷ്യം. എളാപ്പത്തിരി സ്ട്രിക്റ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉറക്കം നടക്കൂല. പിന്നെ വീട്ടിൽ ഉപ്പുണ്ടെങ്കിലും ഇതേ അവസ്ഥയാണ്. ഫ്രഷായി നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് നോക്കി. മുറ്റം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്നു. സൂര്യനെ ഉദിക്കാൻ മഞ്ഞ് സമ്മതിക്കുന്നില്ല. എന്നാലും സൂര്യന്റെ ഇളം പ്രകാശം മുറ്റമാകെ പരക്കുന്നുണ്ട്. തണുത്ത ഇളം കാറ്റ് എന്നെ പൊതിഞ്ഞു. റിനു എന്താണ് അന്തം വിട്ട് നോക്കിക്കുന്നത്? ഒന്നുമില്ല ആശിക്കുക. നിങ്ങളെപ്പോ വന്നു? ഇന്നലെ ഒരു 11 ആയപ്പോ. കല്യാണം പറിച്ചൊക്കെ കഴിഞ്ഞോ? എവിടെ, ഇനിയുണ്ട്. അടുക്കളയിൽ പോയി ചൂട് കട്ടൻ ചായ കുടിച്ചു. തണുപ്പത്ത് അതൊരു 1.5 ഫീലാ. ചാനു നീ പോയി മുറ്റടിക്ക്. ആൾ പുറത്തേക്ക് പോയി. അനു നീയും സഹായിക്ക്. അവർ രണ്ടുപേരും പോയി. പിന്നെ ആ തൊള്ളയും പൊളിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. ഞാനും അങ്ങോട്ട് ചെന്നു. ഇവിടെ മുറ്റം കുറേയുണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്കാൾ 2 ഇരട്ടിയുണ്ട്. അവരവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഞാൻ ചെന്ന് മുറ്റം 3 ഭാഗമാക്കി. 3 പേര് അടിച്ചു വരാൻ തുടങ്ങി. അത് കഴിഞ്ഞു. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഞങ്ങൾ കഴിച്ചു. അമ്മായിക്കാക്കും പോയി. ആഷിക്ക വേറെ വഴിക്കും പോയി. റാസി എണീറ്റു. പിന്നെ അവന് നോക്കാനുള്ള ചുമതല വന്നു. അവന്റെ കളിയും ചിരിയും കണ്ടിരുന്നു. അവൻ നടക്കാൻ നോക്കും, പിന്നെയും വീഴും, പിന്നെയും എണീക്കും. അത് തന്നെ തുടർന്നു. പിന്നെ ശാലു അകന്നൊടുക്കാൻ പോയി. ഞങ്ങൾ കൂടെ പോയി സഹായിച്ചു. പിന്നെ കുളത്തിലേക്ക്. തറവാടിൻ്റെ അടുത്താണ് കുളം. അവിടെ തൊട്ട് കളിയും നീന്തൽ മത്സരമൊക്കെയായി. കുളി കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് ഞാനും അനുവും കിടന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉറങ്ങല്ലേ, നമുക്ക് ജാതിക്കത്തോടത്തേക്ക് പോവാം. നീ പോയി, കുറച്ച് കഴിഞ്ഞ് പോവാം. ഉറക്കം വരുന്നു. ഞങ്ങൾ ഉറങ്ങി. 3 മണിക്ക് എണീറ്റ്. പിന്നെ ശാലു പറഞ്ഞ് ജാതിക്കാത്തോടത്തിലേക്ക് പോയി. ജാതിക്ക ഓരോന്നും. പിന്നെ അത് നന്നായി കഴുകി നുറുക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി ഉപ്പും മിക്സ് ചെയ്ത് തിന്നാൻ തുടങ്ങി. അരേ വാ, എന്താ രസം. രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നു. എളാപ്പാനെ പേടിച്ച് രാവിലെ എണീറ്റു. പതിവ് പോലെ ഓരോന്നും ചെയ്ത് കുളിക്കാൻ വേണ്ടി കുളത്തിലേക്ക് പോകാൻ നിന്നപ്പോൾ, ഉമ്മാമ ഈ എണ്ണ തുളസി ഇലക്കെ ഇട്ട് കാച്ചിയതാ, ഞാൻ തേച്ച് തരാം, വരി. ആരും ആദ്യം ഇരുന്നു. ആൾക്ക് നല്ല വലിയ മുടിയാണ്, നല്ല ഉള്ളു. ശരിക്കും അസൂയ തോന്നിക്കും. ആളിൽ തേച്ചതിന് ശേഷം പിന്നെ എനിക്ക് തേച്ച് തന്നു. ഉമ്മൂമ്മ മുടി കോതുമ്പോൾ ഉറക്കം വരും. അത്രയും സുഖമായിരുന്നു. പിന്നെ ഷാലുവിനെയും കഴിഞ്ഞ് കുളത്തിലേക്ക് നടന്നു. റിനു നീ എപ്പോഴാണ് പോകുന്നേ? ഞാനിന്ന് വൈകുന്നേരം. നാളെ പോവാടി. ഞാൻ നാളെ പോകുന്നേ. പറ്റടി, രാവിലെ ഇവിടെ നിന്നുള്ള ക്ലാസ്സിലെത്തുമ്പോൾ വൈകും. പിന്നെ ആ വിട്ടുപോത്തന്നെ തിന്നും. ആലോചിക്കാനേ വയ്യ. നല്ല കുട്ടി അല്ലടി, ഒരു ദിവസം അല്ലേ? പ്ലീസ് മോള് പ്ലീസ്, നാളെ നേരത്തെ പോവിടുന്ന്. നോക്കട്ടെ, പോവരുതടി പ്ലീസ്. രാവിലെ ഒരുങ്ങിയായപ്പോഴേക്ക് 7:20 പിന്നെ ഒരൊറ്റ ഓട്ടമായി ഇത് വീട്ടിലേക്ക്. ഉമ്മാനോടൊന്നും പറയാൻ നിന്നില്ല. റൂമിൽ പോയി. അയൺ ചെയ്തിട്ടില്ല. 8ന്റെ പണി. സാധാരണയായി രാത്രിയാണ് അയൺ ചെയ്യാറ്. അയൺ ചെയ്ത് യൂണിഫോം ഇട്ട് പിന്നെ ഓടി. പടച്ചോനെ, ബസ് പോയി. എനിക്ക് വയ്യ എൻ്റെ റബ്ബേ. വീട്ടിലേക്ക് തന്നെ പോയാലാ. ഉമ്മി ആട്ടും ഇങ്ങോട്ട് തന്നെ. എന്തേലും ആവട്ടെ, പോവാം. അടുത്ത ബസ്സിൽ കയറി. പണ്ടാരം അവിടെ തന്നെ ഉണ്ട്. ഇയാൾക്ക് ഒരു ദിവസം ലീവ് എടുത്താ. മേ ഐ കം ഇൻ സർ? നീ ഇത് സ്ഥിരാക്കിയറിയാ? എന്തായാലും കയറി വാ. ഇയാൾക്ക് ഇതെന്ത് പറ്റി? നന്നായോ? ഏയ് അതിന് വഴിയില്ലല്ലോ. ഡോ കയറുന്നില്ലേ? ആ ഞാൻ കയറിയിരുന്നു. അങ്ങനെ ലാസ്റ്റ് ബസ് വന്നു. ഇനി ഹോസ്റ്റലിലേക്ക് പോവാം. എന്നെ നോക്കി വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഇയാൾ ഒരിക്കലും നന്നാവില്ല, ദരിദ്രവാസി. എന്താ അറിയാ പെരുവിർക്കുന്നേ? ഒന്നുമില്ല. അവൾമാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ അയാളുടെ ആൾക്കാരാ. ഈ സൈക്കോ വീണ്ടും തുടങ്ങിയോ? സുബി മെല്ലെ പറഞ്ഞു. ഞാൻ സുബിയെ അന്തം വിട്ട് നോക്കി. അവൾ ചെറുതായി ചിരിച്ചു. രണ്ടുപേരോട് ക്വസ്റ്റ്യൻ ചോദിച്ച അയാൾ ഞങ്ങളുടെ ബെഞ്ച് ലക്ഷ്യമിട്ടു. അല്ലെങ്കിലും അയാളുടെ ലക്ഷ്യം ഞാനാണല്ലോ. അയാളിങ്ങ് വരട്ടെ. റിയ ചോദിക്കട്ടെ? അതിനെന്താ, ചോദിച്ചോളൂ. പിന്നെ ക്വസ്റ്റ്യൻ്റെ ചറവറയായിരുന്നു. ബട്ട് ഞാനാരാ മോള്? എല്ലാത്തിനും ഉത്തരം പറഞ്ഞില്ലേ? അയാളൊന്ന് ചമ്മിയോ? അയാൾ വിചാരം എനിക്കൊന്നും അറിയില്ലെന്നാ. പിന്നീട് സുബിനോട് ചോദിച്ചു. അവളോടൊരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചുള്ളൂ. എല്ലാവരോടും അങ്ങനെയാണ്. അയാൾക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? അയാൾക്ക് ദേഷ്യം ഉണ്ടായി എനിക്കെന്താ? ഉച്ചക്കാലം ചുട്ടിന്ന് കത്തിയടിക്കായിരുന്നു. തറവാടിൽ പോയ വിശേഷം ഒത്തിരി പറയാനുണ്ടായിരുന്നല്ലോ. നീ സാറേ, പ്രോബ്ലംസ് പറയണ്ടല്ലോ, അതൊക്കെ എപ്പോഴും എഴുതി തീർക്കും. അയാൾക്ക് ഇത് എന്തിന്റെ കേടാ? ശരിയാ, ഇയാൾ അല്ലെങ്കിൽ ഹോംവർക്ക് തരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി ഇതും. നീ ഇതും ഒഴിഞ്ഞു. ഇതിന് നല്ല ചാക്കോ സാറായിരുന്നു. അയാളെ കൊണ്ട് ശല്യമൊന്നും ഇല്ലായിരുന്നു. ഇവർക്ക് ഇത് എന്ത് പറ്റി? എന്തൊക്കെയാ ഇവർ പറയുന്നത്? മനസ്സിലാവാതെ ഞാൻ അവരെ നോക്കി നിന്നു. സാറെ കുറിച്ചുള്ള കുറ്റായതുകൊണ്ട് കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അല്ല മക്കൾസേ, നിങ്ങൾ ആരെക്കുറിച്ച് ഈ പറയുന്നത്? അഫ്സലിനെ അല്ലേ?
മൂന്നും മൂളി. അല്ല എന്തു പറ്റി? മൂന്നിന് വലിയ ചക്കരയല്ലോ, ഇപ്പൊ ഇതാ കുറ്റം പറയുന്നു. നീ വാട്സാപ്പ് നോക്കിയില്ലേ? ഇല്ലല്ലോ, ഞാൻ തറവാട്ടിലായിരുന്നോ? വാട്സാപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒഫീഷ്യലായിട്ട് അയാൾ തന്നെ ഉണ്ടാക്കിയതാ. പിന്നെ ആനന്ദും അഡ്മിനാണ്. അതിന്റെ ഫുൾ അസൈൻമെന്റ് വർക്ക് കാര്യം മാത്രമേ അതിന് ഷെയർ ചെയ്യും. ഓൺലി സ്റ്റഡി. ഓ, നമ്മളെ നന്നാക്കാൻ നോക്കുക. ഇന്നലെ കുറച്ച് പ്രോബ്ലം ഇട്ടിട്ടുണ്ട്, അത് വെള്ളിയാഴ്ച ചെയ്യണം. നീ കണ്ടിട്ടുണ്ടാവുന്ന കരുതി, അതാ പറയാതിരുന്നത്. ഓ, അപ്പൊ അങ്ങനെയൊക്കെ നടന്നോ? അപ്പൊ വാട്സാപ്പ് ഇല്ലല്ലോ. നീ വരുന്നതിന് മുമ്പ് അയാൾ ഈ കാര്യം പറഞ്ഞിരുന്നു. വാട്സാപ്പില്ലാത്തവർക്ക് സാറിൻ്റെ അടുത്ത് പോയി പ്രോബ്ലം ഷീറ്റ് വാങ്ങാൻ പറഞ്ഞു. ഇയാളെ കൊണ്ട് തോറ്റരു. കുട്ടികളെല്ലാവരും ഓടുന്ന ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവരെന്താ ഓടുന്നേ? നമുക്ക് പോയി നോക്കാം. ഫാരിസേ, എന്താടാ അവിടെ? സാറിന്റെ മാസ് ഷോ. ഏത് സാറിന്റെ? അപ്പോഴേക്കും അവൻ പോയിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അവിടെ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. അഫ്സൽ സാറ് ജൂനിയർ ചെക്കനെ ചെവിക്ക് പിടിച്ചിരിക്കുന്നു. അവന് നല്ല അടിയും കിട്ടിയിരുന്നു. ഇനി മേലെ നീ ഫോണോട് വാ, അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു. അവിടെ നിൽക്കുന്ന പിള്ളേരെ അലർച്ചയിൽ വിറക്കുന്നുണ്ട്. അയാളുടെ മുഖം ചുവന്ന് തുടിച്ചിരുന്നു. പിന്നെ പ്രിൻസിപ്പൾ വന്നു. അവന്റെ പാരന്റ്സിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ കൂട്ടം പിരിച്ചുവിട്ടു. എന്തൊരു കരിപ്പാണ്ടി സാറിന്, ഞാനിങ്ങനെ കണ്ടിട്ടില്ല. സാറ് ദേഷ്യത്തിൽ തുള്ളാൻ മാത്രമേ എന്താ ഉണ്ടായത്? ഫോൺ കൊണ്ടുവരാൻ പാടില്ല, ശരിയാണ്. പക്ഷെ അതിനത്ര ആൾക്കാരും വിളിച്ച് അവനെ അടിക്കാൻ പാടില്ലായിരുന്നു. സാറിന് പ്രിൻസിപ്പളിനെ അറിയിച്ച് പാരന്റ്സിനെ കൊണ്ടുവരാൻ പറഞ്ഞാൽ പോരെ? അയാളെ ഷോ അല്ലാന്ത് കുറെ പെൺപിള്ളേര് വായി നോക്കാനുണ്ടല്ലോ. ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞ ക്ലാസ്സിലേക്ക് നടന്നു. എന്നാലും ജൂനിയേഴ്സിന്റെ ഒരു ധൈര്യം. നമ്മളൊന്നും പെൺകുട്ടികളെ നോക്കൽ പോലും ഇല്ല. മിക്കവാറും അവന് ടി സി എടുക്കും. ഇങ്ങനെയുള്ളവർക്ക് അതാ നല്ലത്. അരുണും ജെയ്സണും എന്തൊക്കെയോ പറയുന്നുണ്ട്. അരുണെ, നിങ്ങളെന്താ പറയുന്നത്? അവിടെ നടന്ന സംഭവത്തെ കുറിച്ച് അല്ലാന്ത്? മൊബൈൽ കൊണ്ടുവന്നതിനല്ലേ ജൂനിയേഴ്സിനെ തല്ലിയത്? അയ്യോ, അതൊന്നുമല്ല. മൊബൈൽ കൊണ്ടുവന്ന ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവും. ആ തെണ്ടി ഗേൾസിന്റെ അനാവശ്യ രീതിയിൽ ഫോട്ടോ എടുത്തു. അതവന്റെ ഹോബിയാ. അത് പറഞ്ഞപ്പോൾ അരുണിന്റെ മുഖം ചൂന്നിരുന്നു. സാറതെങ്ങനെയോ കണ്ടുപിടിച്ചു. സാറേലും മുത്താ എന്ന് പറഞ്ഞവർ പോയി. പിന്നെ ഞങ്ങൾ 4 പേരും മുഖത്തേക്ക് നോക്കി. പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു. സാറിനോട് ഒരു നിമിഷം ബഹുമാനം തോന്നി. ആ ചെക്കൻ അതിലേറെ കിട്ടണ്ടായിരുന്നു, നീതു പറഞ്ഞു. ഞങ്ങൾ 3 പേരും മൂളി. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രഷായി. ഉമ്മയും ഇത്തയും എന്തോ പണിയിലായിരുന്നു. അവർ തറവാടിലെ വിശേഷങ്ങൾ ചോദിച്ചു. വാതോരാതെ വിശേഷങ്ങൾ പറഞ്ഞു. രാത്രി ഇത്തയുടെ ഫോൺ വാങ്ങി പ്രോബ്ലം നോക്കി. അവർ പറഞ്ഞു ശരിയാണ്, കുറേ ഉണ്ട്. ഇപ്പൊ തന്നെ എഴുതി തുടങ്ങിയാലേ കഴിയുള്ളൂ. കുറച്ച് പ്രോബ്ലം എഴുതിയിട്ട് ഫോൺ വാങ്ങി. റീനു, ഇതാണ് നിന്റെ സാറ്? DP നോക്കി ചെറുപുഞ്ചിരിയോട് ചോദിച്ചു. കൊള്ളാലോ. എന്ത് കൊള്ളാന്ന്? എത്രക്കാനും പ്രോബ്ലം തന്നിട്ടുണ്ടോ അറിയോ? അതൊക്കെ എപ്പോൾ കഴിയാന്നാ? ഈത്ത ഒന്നും പറയാതെ പോയി. ആരോട് പറയാം, ഞാൻ തന്നെ എഴുതണ്ടേ? ദിവസങ്ങൾ കഴിയും തോറും ഞാനും സാറും നേർക്കുനേരെ ആയിരുന്നു. സാർ ഒരു ദിവസം പോലും എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാതിരുന്നിട്ടില്ല. ഞാൻ വിട്ടുകൊടുക്കാറുമില്ല. അതുകൊണ്ട് എന്നെ വാശിക്കിരുന്ന് പഠിക്കും. പിറ്റേന്ന് സ്കൂളിൽ തേരാപ്പാരം നടക്കുകയായിരുന്നു. അപ്പൻ്റെ അടുത്തേക്ക് വരുന്ന അയാളെ കണ്ട് ഞാൻ ഞെട്ടി. റിയാസ്. ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. റിയ, സുഖല്ലേ? ഞാൻ പറഞ്ഞ എന്തേ ആലോചിച്ചോ? ഞാനതിൻ്റെ റിപ്ലൈ അപ്പം തന്നെ പറഞ്ഞാണല്ലോ. റിയ, നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ടല്ലേ? എനിക്ക് പ്രണയത്തിനോട് താല്പര്യമില്ല, പ്ലീസ് ഒന്ന് പോയിത്താ. അവൻ പോയി. എൻ്റെ ഇന്നത്തെ മൂടാ തെണ്ടി കളഞ്ഞു. അത് സയൻസിലെ കുട്ടിയാണ്, അവനോടുക്കത്തെ പ്രണയനോട്. അപ്പോഴേ ക്ലാസ്സിന് വന്നു. പിന്നെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയി. രാത്രി ധൃതി പിടിച്ച് എഴുതുകയായിരുന്നു. പ്രോബ്ലം സബ്മിറ്റ് ചെയ്യുന്നത് നാളെയാണ്. വൈകുന്നേരം തുടങ്ങിയ എഴുത്താണ്. ഏറെക്കുറെ കഴിഞ്ഞ് ബാക്കി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഇത്ത വന്ന് ഓരോന്ന് പറഞ്ഞു. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. റീനു, നീ വല്ലതും കേൾക്കുന്നുണ്ടോ? ഇത്ത പറ. നിന്റെ അക്കൗണ്ടൻസി മാറ്റി. എന്തുകൊണ്ട് നിന്റെ അക്കൗണ്ടൻസി പെടുത്താം? കുറച്ച് ഓവറായിട്ടോ. കുറച്ചുകൂടെ ഉള്ളൂ ഇത്ത, ഇപ്പൊ കഴിയും. അല്ലെങ്കിൽ നിനക്ക് അക്കൗണ്ടൻസി മാത്രമേ ചിന്ത. അല്ല, ഇനിയിപ്പോൾ അക്കൗണ്ടൻസി സാറിന് ചിന്ത തുടങ്ങിയോ? അതിന് ഇത്തേനല്ലോ ഞാൻ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു. ഈത്ത തമാശക്ക് പറഞ്ഞാണ്. ബട്ട് എനിക്കതൊട്ടും ഇഷ്ടമായില്ല. അപ്പോഴേക്ക് ഇത്തയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മുഖമാകെ വാടിച്ചു വന്നിരുന്നു. ഈത്ത ഒന്നും പറയാതെ റൂമിൽ നിന്ന് ഇറങ്ങി. ഷോ, ഒന്നും വേണ്ടായിരുന്നു. ഇതൊക്കെ നല്ല സങ്കടമായി. ഷേ, എൻ്റെ ഒരു ദേഷ്യം. പാവം, അതിന് മാത്രം നീ തന്നെ പറഞ്ഞില്ലല്ലോ. ഞാൻ കട്ടിൽ പോയിരുന്നു. പഴയ ഓർമ്മകൾ എന്നെ തലോടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.